ബംഗാളിലെ സന്ദേശ് ഖാലിയിലെ അതിജീവിതകളായ സ്ത്രീകൾക്ക് സാന്ത്വനവുമായി സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. നിരവധി സ്ത്രീകൾ കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ട സന്ദേശ് ഖാലിയിൽ വൃന്ദ കാരാട്ട് സന്ദർശനം നടത്തുന്നത് പോലീസ് നേരത്തെ തടഞ്ഞിരുന്നു. തൃണമൂൽ ഗൂണ്ടാഭരണം ജീവിതമില്ലാതാക്കിയ നിരവധി സ്ത്രീകളെയാണ് വൃന്ദ കാരാട്ടിന് സന്ദേശ് ഖാലിയിൽ കാണാൻ കഴിഞ്ഞത്. ഷാജഹാൻ എന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവിൻ്റെ ഗുണ്ടാഭരണത്തിൽ തങ്ങൾ പിച്ചി ചീന്തപ്പെട്ട കഥകൾ സ്ത്രീകൾ വൃന്ദ കാരാട്ടിനോട് പറഞ്ഞു. ഭരണവും പോലീസും നിയമവുമെല്ലാം ഷാജഹാൻ മാത്രമായിരുന്നുവെന്നാണ് സ്ത്രീകൾ പറഞ്ഞത്. ഓരോ ദിവസവും ഓരോ സ്ത്രീകളെന്ന നിലയിൽ ഗ്രാമത്തിലെ എല്ലാ സ്ത്രീകളും മാനഭംഗത്തിന് വിധേയമാകുന്ന അവസ്ഥ എത്ര ഭീകരമായിരുന്നുവെന്ന് അതിജീവിതകൾ വെളിപ്പെടുത്തി. Like a serial sexual harassment which has been going on for so long, and these are women who are poor women who have owned that land and now that land has also been taken away from them. अगर औरतें बयान दे रहे हैं तो കഴിഞ്ഞ ദിവസം സന്ദേശ് ഖാലിയിലേക്ക് പോയ വൃന്ദ കാരാട്ടിനെ ബംഗാൾ പോലീസ് തടഞ്ഞിരുന്നു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് വൃന്ദ കാരാട്ട് വീണ്ടും സന്ദേശ് ഖാലിയിലെത്തിയത്. ഷാജഹാൻ എന്ന TMC നേതാവിനെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഗ്രാമത്തിലെ ഒട്ടുമിക്ക സ്ത്രീകളും ഷാജഹാനാണ് തങ്ങളെ അപമാനിച്ചതെന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.